2020-ക്കെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടി 25 പാർട്ടികളുടെ സഖ്യമാണ് മത്സരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഞങ്ങളെ 2020-യെ ഇവർ ഭയപ്പെടുന്നു. ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഒരേപോലെ ഭയപ്പെടുന്ന പാർട്ടിയായി മാറി 2020. ഞങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ കിഴക്കമ്പലത്ത് കുന്നത്തുനാടിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് തനി ഗുണ്ടായിസമാണ്, ജനാധിപത്യമല്ല. അതായത് മനുഷ്യർക്ക്, ചില ആളുകൾക്ക് ചില സ്വാതന്ത്ര്യം, ചില ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. കുന്നത്തുനാടിനെ സംബന്ധിച്ച് 2020 നിന്ന് മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇടതും വലതും ചേർന്ന് ഈ നാടിനെ, ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തിന്ന് ജീവിക്കുന്ന ഏതാണ്ട് 25 പാർട്ടികൾ ചേർന്നാണ് 2020യോട് ഏറ്റുമുട്ടുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഓരോ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനം നോക്കിയാൽ അറിയാം ജനങ്ങൾ എത്രത്തോളം ആണ് ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് വോട്ടിന് വന്നിരിക്കുന്നത്. പല ബൂത്തുകളിലും ഏതാണ്ട് 90, 95, 98% വോട്ടിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ ഒരു അരാജകത്വം അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നത് തുടങ്ങി, അവരെ പിൻവലിപ്പിക്കുന്നത് തുടങ്ങി, ഒരുപാട് ആളുകളെ പല സ്ഥലത്തും ആക്രമിച്ച് അതിൻ്റെ ഒരു അവസാനത്തെ സംഗതിയാണ്. ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ പോലും വോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ബൂത്തിലേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി, അവരെ അസഭ്യം പറഞ്ഞ് അവരെ തടയുന്ന ഈ പ്രവണത. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. അന്തിമമായിട്ട് ജനങ്ങൾ എന്ത് വിധി എഴുതിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. അപ്പം അതുകൊണ്ട് വിജയം തോൽവിയൊന്നും അല്ല ഞങ്ങളെ സംബന്ധിച്ച്. ജനങ്ങൾ ആഗ്രഹിച്ചാൽ അവർ ഞങ്ങളോടൊപ്പം നിൽക്കും, ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ അധികാരം ഏറ്റെടുക്കും. ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് അത് സന്തോഷത്തോടെ തന്നെ ഞങ്ങളത് അംഗീകരിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 10 റിട്ടാണ് ഹൈക്കോടതിയിൽ ഈ പ്രദേശങ്ങളിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 10 റിട്ട് ഫയൽ ചെയ്യേണ്ടി വന്നു. ഈ 10ലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു സർവ്വവിധ പ്രൊട്ടക്ഷനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. 2020-ക്കെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടി 25 പാർട്ടികളുടെ സഖ്യമാണ് മത്സരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഞങ്ങളെ 2020-യെ ഇവർ ഭയപ്പെടുന്നു. ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഒരേപോലെ ഭയപ്പെടുന്ന പാർട്ടിയായി മാറി 2020. അതാണ് ഇതിൽ നിന്ന് കാണുന്നത്. ഇത് പരാജയ ഭീതിയാണ് കാണുന്നത്. ഇത്രയും ആളുകൾ വന്നിട്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് കാണുന്നു കഴിയുമ്പോൾ പരാജയം അവർ മണത്തറിഞ്ഞിരിക്കുന്നു. ആ ഭീതിയാണ് ഇവിടെ കിടന്ന് ഇപ്പം ഈ കാണിച്ച ഈ വെപ്രവാളം മുഴുവൻ. ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു തോന്നൽ മുൻകൂട്ടി കണ്ട കാഴ്ചയുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് 10 റിട്ട്. അതായത് ഒരു പാർട്ടിക്ക് ജനാധിപത്യ രീതിയിൽ കേരളത്തിൽ മത്സരിക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ 10 റിട്ട് ഫയൽ ചെയ്യേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഹൈക്കോടതിയുടെ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ക്യാമറ വെക്കണം, റെക്കോർഡ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെടുന്നിടത്ത്. അതിനുള്ള ഫീസും അടച്ചിട്ടുണ്ട്. 7.5 ലക്ഷം രൂപ അടച്ചിട്ട് അതിന് പാസ് പോലും കൊടുക്കാതെ ഒരു സ്ഥലത്തും റെക്കോർഡിംഗ് നടന്നില്ല. അപ്പോൾ ഈ ബൂത്ത് പിടിക്കുക, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ള ഒരു പ്ലാനാണ് നടന്നിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ ഏതാണ്ട് 75% ആളുകളും ഈ ഇടത് വലത് മുന്നണിയുടെ ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. ആ കമ്മീഷനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പോലീസിനെ അവരുടെ ഇതിന് നിർത്തി അവരെ എല്ലാവരെയും അടിച്ചമർത്താനാണ് നോക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ.